ഹായ്, ഹലോ. ഞാനിന്നൊരു സാമ്പാർ ആണ് വെച്ചേക്കണത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ സാമ്പാർ വെച്ച് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളും കൂടി വേറെ വെറൈറ്റി പച്ചക്കറികളും കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ അത് പരിപ്പൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുമ്പളങ്ങ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ മത്തങ്ങ, പിന്നെ ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ട ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി പുളിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ പിന്നെയാണ് ഇട്ട് കേട്ടോ. അതൊന്ന് പകുതി വെന്തതിന് ശേഷമാണ് ഒരു മുരിങ്ങക്കായും 3-4 വെണ്ടയ്ക്ക, ഒരു ചെറിയ 2 തക്കാളി പിന്നീട് ഇട്ട് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഞാൻ വറുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിട്ട് തുറന്നിട്ട് വേവിക്കുക എന്ന് വെച്ചാൽ വിസിലിടാതെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഇച്ചിരി വെളിച്ചെണ്ണയിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായം ഒക്കെ ഇട്ട് ആണ് അരച്ചെടുത്തിട്ടാണ് ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 2-3 ഉലുവ ഇട്ടതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത്. എനിക്ക് ചുമന്നിരിക്കുന്ന സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കേട്ടോ. പിന്നെ ഇതൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടായ ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് കഷ്ണങ്ങളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നല്ല ചുമന്ന കളറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി സാമ്പാർ റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാർ കേട്ടോ. ശരിക്കും ഒരു ചുമപ്പ് കളർ വന്നില്ല, എന്നാലും എനിക്കിങ്ങനെ ചുമന്നിരിക്കണം സാമ്പാർ. നല്ലോണം തളിച്ചിട്ടുണ്ട്. ഇനി അത് വറുത്തിടണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതാട്ടോ. ആ പൊടികളും ഇതൊക്കെ കൂടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി വെള്ളം കൂടി ഒന്ന് വറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് നേരം കൂടി അടുപ്പത്ത് വയ്ക്കുന്നത്. എന്നിട്ട് ഇനി വറുത്തിടാം. കഷ്ണങ്ങളൊന്നും അധികം വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. എല്ലാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് മുളക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു കൂട്ടം കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുളക് ഇടുന്നത്. മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമ്മുടെ സാമ്പാർ പൊടിയില്ല, ബ്രാഹ്മിൺസ് സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഈ സാമ്പാർ പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടിടുന്നുണ്ട് കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് പതുക്കെ ഒന്ന് ചൂടായ ശേഷം ഈ സാമ്പാറിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു പ്രത്യേക രുചി വരും കേട്ടോ ഈ സാമ്പാർ കൂടി ചേർത്താൽ. അതിനു മുമ്പ് ഞാൻ മുളക് പൊടി ഞാനത് കാണിച്ചല്ലോ. അതൊക്കെ ഇവിടെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഈ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വാസനയും സ്വാദും ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില ഇടാം. ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല, എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മല്ലിയില. നമുക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. വറുത്തിട്ടതിന് ശേഷം കുറച്ച് സാമ്പാർ അതിനകത്തേക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി പിന്നെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി നല്ല പാകത്തിന് വെള്ളം ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തൊരു മെഴുക്കുവരട്ടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ സാമ്പാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആട്ടും കുഞ്ഞുങ്ങൾ ഇപ്പുറത്തെ പറമ്പിൽ കെട്ടിയിട്ടുണ്ട്. അത് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. എൻ്റെ കുസൃതികളൊക്കെ ഒന്ന് എടുക്കാൻ കരുതിയിട്ട് വെറുതെ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. അമ്മയും കുഞ്ഞും കൂടെ ഉള്ള കളികൾ, അവൻ്റെ കുസൃതികളൊക്കെ ഒന്ന് എടുത്താണ്. പിന്നെ പാച്ചും മണിക്കുട്ടിനും കൂടി
അവന് ഭയങ്കര ഇഷ്ടമായി. പാച്ചി മണിക്കുട്ടൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പോൾ അത് ചെറിയ വീഡിയോ ഞാൻ അതിനകത്ത് ചേർത്താണ്. പിന്നെ കായും അച്ചിങ്ങയും കൂടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പൂരി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് ഉണ്ടാക്കിയിട്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി കായ് പച്ചക്കായ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി അച്ചിങ്ങയും കൂടി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി എടുത്ത് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തു. അപ്പോൾ ഈ പൂരി പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, അത് കളയണ്ട കേട്ടോ. ഇങ്ങനെ മെഴുക്കുരുട്ടിയ തോരനൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പെട്ടെന്ന് വെന്ത് കിട്ടും. കായ്ക്കും അച്ചിങ്ങയ്ക്കൊന്നും വേവില്ലല്ലോ. പിന്നെ ആ വെളിച്ചെണ്ണയിലാണ് ഞാനിത് മെഴുക്കുരുട്ടി എടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരി അന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പൂരി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടാക്കിയിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രുചിയായിട്ട് ഇങ്ങനെയുള്ള മെഴുക്കുരുട്ടി തോരനൊക്കെ. പക്ഷേ കറിക്കൊന്നും വറുത്തിടാൻ പറ്റില്ല, അതിനൊരു ചുവ വരും. പിന്നെ ഈ ഉള്ളി മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചതച്ച മുളകാണ് കേട്ടോ, അതെനിക്ക് കിട്ടിയില്ല. അത് ഞാനിത് കാണിച്ചു തന്നതാണ്. ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ഞാൻ ഉള്ളിയുടെ കൂടെ ചേർത്തത്. അത് മൂത്തതിന് ശേഷം ഈ കായും ചേനയും കൂടെ ഇട്ടിട്ട് നല്ലോണം കൂടെ മൊരിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. വേറെ ചോറിനൊന്നും വേണ്ട, അത് മാത്രം മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുവാണ്, പപ്പടവും കാച്ചി വെളിച്ചെണ്ണയൊന്നും കളയിൽ ഇതുപോലെ മെഴുക്കുവരട്ടിയ തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അത് പിറ്റേ ദിവസത്തേക്ക് പറ്റില്ല, അന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, കാണാം. താങ്ക് യു.